ഇനി അടുത്ത ടോപ്പിക്ക് സ്റ്റാറ്റിക്. എന്താണ് സ്റ്റാറ്റിക് ഫയൽസ്? അപ്പോൾ സ്റ്റാറ്റിക് ഫയൽസ് ഗ്ലോബലി ആക്സസ് ചെയ്യാൻ ആരൊക്കെയാണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫയൽസ് ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അകത്ത് CSS ഫയൽസ് കാണും, ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് കാണും, ഇമേജസ് കാണും, വേറെ എന്തെങ്കിലുമൊക്കെ നെറ്റ് ഡൗൺലോഡ് ചെയ്ത അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫയൽസ് കാണാം. അപ്പൊ അങ്ങനത്തുള്ള ഫയൽസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്താണ്. അപ്പൊ ആ സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കസ്റ്റം CSS ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കസ്റ്റം ജാവാസ്ക്രിപ്റ്റ് ഫയൽ എങ്ങനെ ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനത്തുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പൊ നേരെ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയിട്ട് താഴോട്ട് വരുമ്പോൾ ഏറ്റവും താഴോട്ട് വരുമ്പോൾ സ്റ്റാറ്റിക് URL എന്ന ഓപ്ഷൻ കാണും, ലൈൻ കാണും. അവിടെ നേരെ എൻ്റർ അടിച്ചിട്ട് സ്റ്റാറ്റിക് ഫയൽസ് അണ്ടർസ്കോർ ഡയറക്ടറീസ് എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് os.path.join പാരാന്തസിസ് ബേസ് ഡയറക്ടറി സിംഗിൾ കോഡ്സിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ ഫോൾഡറിന്റെ പേര്. അപ്പൊ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡറിന്റെ പേര് സ്റ്റാറ്റിക് എന്നായിരിക്കണം. ആ ഫോൾഡർ എവിടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ പുറത്ത് നമ്മുടെ manage.py എന്നുള്ള ഫയൽ ഇരിക്കുന്ന അവിടെയാണ് നമ്മൾ ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു നെയിം ആയിരിക്കണം ഇവിടെ കൊടുക്കാനുള്ള സ്റ്റാറ്റിക്. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് സെർവർ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എറർ ഒന്നും കണ്ടില്ല. ഇനി നമുക്കൊരു ചെറിയൊരു CSS ഫയൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനകത്ത് CSS ഫയൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ മാറ്റം വരുന്നെങ്കിൽ സക്സസ്ഫുൾ, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടോ നമുക്ക് ഊഹിക്കാം. ഓക്കെ, അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് എന്ന ഈ ഫോൾഡറിന്റെ അകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ആ ഫോൾഡറിന്റെ പേര് CSS. എന്നിട്ട് അതിന്റെ അകത്ത് ഞാൻ ഒരു ഫയൽ CSS ഫയൽ ക്രിയേറ്റ് ചെയ്യണം, index.css എന്ന് പറയും. എന്നിട്ട് ഇതിന്റെ അകത്ത് ഒരു ചെറിയ കോഡ് എഴുതുകയാണ്. ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം, റെഡ് കളർ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഈ CSS ഫയൽ ഞാൻ ഏതെങ്കിലും HTML ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറണം. അത് കറക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇംപ്ലിമെന്റേഷൻ ശരിയാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ഇനി സ്റ്റാറ്റിക് ഫയൽ സെറ്റ് ചെയ്യണം. ഇനി സ്റ്റാറ്റിക് ഫയൽ നമ്മൾ എങ്ങനെ പ്രൊവോക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർലി ബേഴ്സ് എവിടെയാണ് സ്റ്റാറ്റിക് ഫയൽ കൊടുക്കാനുള്ള അതിന്റെ തൊട്ട് മേളിൽ ഇത് കണക്കെ എഴുതണം, ലോഡ് സ്റ്റാറ്റിക് എന്ന് കൊടുത്തിട്ട് അതിന്റെ താഴെ ഇത് CSS ഫയൽ ആയതുകൊണ്ട് ലിങ്ക് യൂസ് ചെയ്തിട്ട് ലിങ്ക് CSS. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഇതുപോലെ എഴുതണം, സ്റ്റാറ്റിക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതണം. എന്നിട്ട് ഇതിന്റെ അകത്ത് വേണം നമ്മളെ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പൊ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ കൊടുക്കണ്ട, static/css/index.css എന്ന് കൊടുക്കണ്ട. കാരണം സ്റ്റാറ്റിക് എന്ന ഫോൾഡർ ആൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താൽ മതി, ആ സ്റ്റാറ്റിക് എന്ന ഫോൾഡറിനകത്തുള്ള പാത്ത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അകത്തുള്ള പാത്ത് എന്താണ്, css/index.html. അപ്പൊ css/index.html CSS. കഴിഞ്ഞ് നമുക്കൊന്ന് ഓക്കെ, എറർ ഒന്നും കാണിച്ചില്ല. ഇനി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, കളർ മാറിയിട്ടുണ്ട്. ആണെങ്കിൽ ഒന്നും കൂടി വേറെ ഒരു കളർ കൊടുത്തു നോക്കാം. ഓക്കെ, റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കണക്ക് തന്നെ ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഈ സ്റ്റാറ്റിക്കിനകത്ത് ഞാൻ വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, JS. അതിൻ്റെ അകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, main.js എന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നേരെ ഇൻഡെക്സ് പേജിൽ പോകുന്നു. ഏറ്റവും താഴെ വന്നിട്ട് വീണ്ടും ലോഡ് സ്റ്റാറ്റിക് എന്ന് കൊടുത്തിട്ട് താഴെ സ്ക്രിപ്റ്റ് അസാസി എന്ന് കൊടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ പാത്ത് കൊടുക്കുക. പാത്ത് കൊടുക്കണം എങ്ങനെയായിരിക്കണം, ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലാണ് കൊടുക്കുക. ഇതിന്റെ അകത്താണ് നമ്മൾ പാത്ത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ പാത്ത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഏത് ഫോൾഡറാണ്, JS/ ഏത് ഫയലാണ്, main.js. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് ഒരു അലൈൻ ബോക്സ് കൊടുക്കുക. അതാകുമ്പോ പേജ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണിക്കും ടെസ്റ്റ്. ഓക്കെ, ഞാൻ ഇവിടെ ഇനി റീഫ്രഷ് ചെയ്യണം. അപ്പൊ നമ്മളെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളെ ജാവാസ്ക്രിപ്റ്റ് ഫയലും CSS ഫയലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയാണ് ഇമേജ് കൊടുക്കുന്നത്. ജസ്റ്റ് ഇമേജ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇപ്പൊ പാത്ത് എങ്ങനെ വിളിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് വിളിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം ലോഡ് സ്റ്റാറ്റിക് എന്ന് വിളിക്കണം. ലോഡ് സ്റ്റാറ്റിക് എന്ന് വിളിച്ചിട്ട് വേണം നമ്മൾ പാത്തിന്റെ അകത്ത് പറഞ്ഞു കൊടുക്കണം. പാത്തിനകത്ത് കൊടുക്കാൻ നേരത്ത് ഇവിടെ സ്റ്റാറ്റിക് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പാത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതാണ് സ്റ്റാറ്റിക് ഫയൽസ് എല്ലാം ലോഡ് ചെയ്യുന്ന ടെക്നിക്സ്, ലോഡ് ചെയ്യുന്ന രീതി.